ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഫോട്ടോ എണീറ്റ് നിന്നാവാം. സീതാരാമ ലക്ഷ്മണ ഹനുമാൻ കീ. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് റംബോഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. റംബോഡ, இந்த இடத்துக்கு പേര് റംബോഡ. ഇതിന് 2-3 വിശദീകരണങ്ങളുണ്ട്. രാമപാദ, രാമപടൈ, ഇങ്ങനെ ഇവിടെ ലോക്കലി ഈ വാക്കിന്, ഈ പേരിന് പല പല വിശദീകരണങ്ങൾ ഇവിടുത്തെ ലോക്കൽസ് തരാറുണ്ട്. இந்த பேருக்கு பலவிதமான அர்த்தங்கள் இந்த ஊர் மக்கள் தர்றாங்க. ராமபாதம், ராமபடை, ஸ்ரீராமனுடைய வானரப்படை. இந்த பேருக தான் பிற்காலத்தில் പിന്നീട് എന്തായി മാറിയത്? റംബോഡ എന്ന് മാറിയത്. അതായത് ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് വന്ന് കാൽപതിച്ച സ്ഥലം. சீதாதேவியை தேடிக்கொண்டு ஹனுமான் வந்து இறங்கின இடம் இந்த இடம். பெரும் பாக்கியம் செய்திருக்கிறோம். നമ്മളെല്ലാം വലിയ ഭാഗ്യശാലികളാ ഇവിടെ വരാൻ സാധിച്ചത്. പ്രഭാഷണം കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവിടെ ഉറങ്ങാം. നമുക്ക് നല്ല ശാന്തമായ സ്ഥലം. എത്ര പേർക്ക് ഇന്ന് എന്ത് ദിവസമാണെന്ന് അറിയാം? കൈ ഉയർത്തുക. വാട്ട് ഡേ ഈസ് ടുഡേ എന്ന് എത്ര പേർക്ക് தெரியும்? 1 2 3 4. എത്ര പേർക്ക് இன்னைக்கு என்ன நாள், என்ன டேட் இதெல்லாம் மறந்து போச்சு? എത്ര പേർക്ക്? കുറെ പേർക്ക് മറന്നു. സോ നാട്ടിലാണെങ്കിൽ മറക്കില്ല. ഇവിടെ വന്നപ്പോ 4-5 ദിവസം കഴിഞ്ഞപ്പോ ഇന്ന് തിങ്കളാ ചൊവ്വ ഡേറ്റ് എല്ലാം മറന്നു പോச்சு. ஓகே, இந்த இடத்துல ஸ்ரீராம பக்த ஹனுமானை ஸ்மரணை செய்வது ரொம்ப முக்கியம். അവരെ ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കുന്നത്, ഓർക്കുന്നത് മഹാഭാഗ്യമാണ്. സീതാറാം ലക്ഷ്മൺ ഹനുമാൻ കീ.
ഹനുമാന് ഒരുപാട് പേരുകളുണ്ട്. ആഞ്ജനേയൻ, ഹനുമാൻ, ഇങ്ങനെ കുറേ പേരുകൾ, വായുപുത്ര, അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ട്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ താടി പൊട്ടിയവൻ എന്നാണ് അർത്ഥം. ഹനുമാൻ എன்ற வார்த்தைக்கு என்ன அர்த்தம்னா இந்த தாடி உடைஞ்சவர் அப்படின்னு அர்த்தம். இப்போ இது நல்ல பேரானா சீத்த பேரானா, நல்லதா கெட்டதா? இப்போ யாரையாவது பார்த்துட்டு நீங்க என்ன குள்ளமா இருக்கீங்க, குள்ளா குள்ளா அப்படின்னு கூப்பிட்டா அவங்களுக்கு பிடிக்குமா பிடிக்காதா? പിടിക്കാതെ അല്ലേ? പൊക്കം കുറഞ്ഞ ആളെ കണ്ടിട്ട് കുള്ളെന്ന് വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോ ഇവിടെ ഹനുമാനെ ലോകമേ ഹനുമാൻ എന്നാ പറയുന്നത്. താടി പൊട്ടിയവൻ എന്ന് വിളിക്കാം. നമ്മളാരെങ്കിലും അങ്ങനെ വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടോ? நமக்கெல்லாம் பிடிக்காது. ஆனா ஹனுமான் தனக்கு நேரா எந்த விதமான களங்கம், இன்சல்ட், மான അഭിമാനം എടുത്തുക്കവേ മാട്ടാർ. നമ്മളൊക്കെ അങ്ങനെയല്ല. ചെറുതായിട്ട് ഒന്ന് ഇൻസൾട്ട് ചെയ്താൽ മതി, പിന്നെ ഒരു വാരം பேச மாட்டோம், ஒரு மாசம் பேச மாட்டோம், அந்த வழியா போக மாட்டோம், இனி நான் உங்க ஊருக்கே கிடையாது, உங்க வீட்டுக்கு வர மாட்டேன், ഇനി ഞാനില്ല, എൻ്റെ പട്ടി ആ വീട്ടിൽ ചവിട്ടും അല്ലേ, എന്തെല്ലാം വഴക്കുണ്ടാക്കും. അത്രയ്ക്കും ഈഗോ ഉണ്ട് നമുക്ക്, അഹങ്കാരം, നമുക്കെല്ലാം അഹങ്കാരമുണ്ട്. എന്തളവുക്ക് ഇതയത്തിൽ അഹങ്കാരം ഒളിച്ചിരിക്കുന്നോ അത്രയ്ക്കും നമുക്ക് ഇൻസൾട്ട് ഉണ്ടാവും. അഹങ്കാരം ഇല്ലാത്ത ഒരാൾക്ക് ഇൻസൾട്ടേ ഉണ്ടാവില്ല. അവരെ பார்த்து நம்ம திட்டுனா அவர் என்ன சொல்வார்? நல்லா இருக்கு, ஒரு தடவை கூட திட்டுங்க. കാരണം ആ ഇൻസൾട്ട് ഉള്ളിൽ എടുക്കില്ല. ലോകമേ അദ്ദേഹത്തിനെ ഹനുമാൻ, താടി പൊട്ടിയവൻ ഹനുമാൻ കൂപ്പിട്ടാലും അവർ ചിരിച്ചുകിട്ടേ ഇരുപ്പാർ. മാന അഭിമാനം. ഇന്നലെ ചൈതന്യ മഹാപ്രഭുയുടെ 3ാമത്തെ ശ്ലോകം നമ്മൾ ഓർത്തായിരുന്നു. എന്താണ്? തൃണാദപി സുനീചേന തരോരേവ സഹിഷ്ണുന അമാനീന. ഒരു ഇൻസൾട്ടും എടുക്കില്ല. പിന്നെ ഹനുമാന്റെ ഇനിയൊരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ, ഇന്നലെ വിക്രം പ്രഭു പറഞ്ഞു, സ്വന്തം മഹിമ പറഞ്ഞു ഓർമ്മിപ്പിച്ചാലേ ഓർക്കുള്ളൂ. அவருடைய புகழே அவருக்கு சொல்லி கொடுத்தாதான் ஞாபகம் வரும். அப்படி யாராவது இருக்கீங்களா? யாராவது வீட்டு அட்ரஸ் மறந்து போனவங்க இருக்கீங்களா? சொந்த அட்ரஸ் ஆരെങ്കിലും மறந்தோ? இல்ல. எത്ര മക്കളാണ്, എത്ര കുട്ടികൾ, குழந்தைங்க எவ்வளவு மறந்து போச்சா? இல்ல. பிரபுக்கு எவ்வளவு ப்ராப்பர்ட்டி இருக்குன்னு மறந்துருக்கா? இல்ல. எந்த ബാങ്കില് எவ்வளவு கேஷ் இருக்குன்னு ஞாபகம் இருக்கா? നമുക്ക് ഒന്നും മറക്കില്ല ഇല്ലേ? പക്ഷേ ഹനുമാൻ ഇതൊക്കെ മറക്കും, തന്റെ കീർത്തി മറക്കും. அப்படி ஒரு ஜீவாத்மா உலகத்திலே கிடையாது. தன்னுடைய புகழை இனி ஒருத்தர் சொன்னாதான் அவருக்கு ஞாபகமே வருமா. അപ്പൊ എന്തുമാത്രം വിനയമുണ്ട്. ഇങ്ങനെ വിനയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവാന്റെ സഞ്ചാരിയായി കൂടെ നടക്കാൻ പറ്റൂ. ഇவ்வளவு எளிமை இருக்கிறவருக்கு தான் யார் கூட இருக்க முடியும்? பகவானோட கூட. நம்மளையெல்லாம் பக்கத்திலேயே வைக்க மாட்டார். பைபிள்ல கூட ஒரு வச்சனம், ஒரு வார்த்தை இருக்கு, humble and meek can seek the God. വിനയമുള്ള ഒരാൾക്ക് മാത്രമേ ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ. அந்த அளவுக்கு வினயமாம் யாருக்கு? ஹனுமானுக்கு. இவர் துளசிதாசர் ஒரு நல்ல கதை லீலை சொல்றாரு. வால்மீகி ராமாயணத்துல கிடையாது. തുളസീദാസർ ലീല ബുക്കില് അതിൽ വന്നിട്ട് ഒരു ചെറിയ രസകരമായ ഒരു ലീലയുണ്ട്. എന്താണ് ആ ലീല? ഒരു ദിവസം പട്ടാഭിഷേകം കഴിഞ്ഞതിന് ശേഷം, ശ്രീരാമ പട്ടാഭിഷേകத்துக்கு அப்புறம் ஒரு நாளைக்கு ഹനുമാൻ സീതാദേവിയെ பார்க்க പോறார். സീതയെ കാണാൻ പോയ സമയത്ത് അവിടെ സീതാദേവി ആഭരണങ്ങളെല്ലാം എടുത്തിട്ടുകൊണ്ടിരിക്കുക. உடல்ல நகைகளை போட்டுட்டு இருக்காங்க. காதுல கம்மல், மாலை, പിന്നെ ഇങ്ങനെ തലയിലൊക്കെ ഒരു സാധനം വെക്കൂലേ, പൂ പോലത്തെ ഒരു സാധനം,
നെറ്റി ചുട്ടി. മലയാളത്തിൽ എന്ത് പറയും? ചുട്ടി. ഇത് ഇങ്ങനെ ഓരോന്നും സീതാദേവി ഇടുമ്പോ ഹനുമാൻ അടുത്ത് നിന്നിട്ട് ദേവി ഇതെന്തിനാ ഇടുന്നേ, ദേവി ഇതെന്തിനാ ഇടുന്നേ. ഹനുമാൻ മഹാപണ്ഡിതനാ, എന്നാലും കുഞ്ഞുങ്ങളുടെ ഹൃദയമാണ്. பெரிய பண்டிதர் அவர். ஆனா அவருக்கு குழந்தை உள்ள உண்மையா ஆன்மீகத்துல உயர உயர சிம்பிளிசிட்டி, எளிமத்துவம். சிம்பிளிசிட்டி தமிழ்ல என்ன சொல்லுவாங்க? எளிமை. அது அதிகமாயிட்டே குழந்தைகளை மாதிரி ஆயிடுவாங்களாம். யாரு? ஆன்மீகமா உயர்றவங்க. ஆனா பௌதீகவாதிகள் அப்படி கிடையாது. வயசாக வயசாக அகங்காரமும் வரும். சிரிக்க கூட மாட்டாங்க சிலவங்க. சிரிக்கும் இல்ல, சிலவங்க எல்லாம் சிரிக்க மாட்டாங்க. சிரிக்காம இருந்தா பெரிய ஆளுன்னு நினைப்பு. ചിരിച്ചാലേ വെയിറ്റ് പോവും. അതും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാര് ചിരിക്കത്തെ. ആരും കൊണ്ടോ തിരുവനന്തപുരം? അതാ ഇവിടെ വന്നുകൊണ്ട് ചിരിക്കുക. അഥവാ ചിരി വന്നാലും ചിലര് വിചാരിക്കും ചിരിച്ചാ വില പോകും. അങ്ങനെ ഒന്നുമില്ല. അതൊരു വലിയ ഭാഗ്യമാ ചിരിക്കുന്നത്. சந்தோஷமா இருக்கிறதும் பெரிய பாக்கியம். ஹனுமான் ரொம்ப ஜாலியா இருப்பார். பிரபுபாதர் கூட அப்படித்தான். சாயங்காலம் ஒரு 7:30 மணி ஆயிடுச்சுன்னா വൈകുന്നേരം ശിഷ്യഗണങ്ങളെ എല്ലാം വിളിച്ചു ചുറ്റിയും ഇരുത്തി അവര് കൃഷ്ണ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. പ്രഭുപാദർ തൊടയിൽ തട്ടി അങ്ങ് ചിരിക്കും. കൃഷ്ണ ഭഗവാൻ കംസനെ ഇടിച്ചു കൊന്നു കൊച്ചു കുട്ടികളെ പോലെ കൈതട്ടി ചിരിക്കും. അത്ര എളിമത്വമാണ്. அப்படிப்பட்ட ஒரு குணம் ஹனுமானுக்கு இருந்தது. ஹனுமான் போய் பார்த்தா சீதாதேவி நகையா போட்டுக்கிட்டு இருக்காங்க. ஒரு நகை, ஓரோ ஆபரணம் சூடிக்கொண்டிருக்கணும். ஹனுமான் இதெந்தினா இதெந்தினா, இது எதுக்கு போடுறீங்க, இது எதுக்கு போடுறீங்க, கேள்வி மேல கேள்வி கேட்டுக்கொண்டே இருந்தார். எல்லாம் ക്ഷമയോடு சீதாதேவி ஆன்சர் പറഞ്ഞു பொறுமையா பதில் சொல்லிக்கிட்டே இருந்தாங்க. கடைசியில சீதாதேவி கொஞ்சம் குங்குமம் எடுத்து നെറ്റിയിல തലയില കുങ്കുമം വെച്ച ഉടൻ ഹനുമാൻ ചോദിച്ചു, ദേവി ഇതെന്തിനാ? ஆன்சர் പറഞ്ഞു മടുത്തു சீதாதேவி. உடனே சீதாதேவி சொன்னாங்க, இது வச்சா ராமருக்கு ரொம்ப சந்தோஷமா இருக்கும், ഇത് വെച്ചാല് രാമന് വലിയ സന്തോഷമായിരിക്കും. ഇത്രയും പറഞ്ഞു. അടുത്ത ദിവസം കൊട്ടാരത്തില് സിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി ഉണ്ട്. സീതാദേവി, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, வசிஷ்டர், மகா ரிஷிமார் எல்லாரும் அந்த அரண்மனையில இருக்கிறாங்க. ஹனுமான் வந்தார். தலையிலிருந்து காலு வர குங்குமம், ரெட் கலர்ல. ഉടമ്പ് പൂറ. നിങ്ങൾ നോർത്ത് ഇന്ത്യ പോയാൽ കാണാം ഹനുമാൻ ഏത് രൂപത്താണ്? റെഡ് കളറിലുണ്ടാവും. സീതാദേവിക്ക് നാണക്കേടായി. മനസ്സിലായി, സീതാദേവിക്ക് പുറിഞ്ചത്. ഹനുമാൻ ഇപ്പടി പണ്ണുന്നെ. ഉടനെ സീതാദേവി ഹനുമാൻ പറയും, ഇത്തിരി കുറച്ച് കുങ്കുമം വെച്ചാൽ രാമന് സന്തോഷം വരുമെങ്കിൽ എന്നെ പാത്താ എവ്വളവ് സന്തോഷം. സീതാറാം ലക്ഷ്മൺ ഹനുമാൻ കീ. ഹനുമാൻ അത്രയ്ക്ക് മണ്ടനാണോ? മുട്ടാള ഹനുമാൻ കിടയാതെ മാപെറും പണ്ഡിതർ. പക്ഷേ ഉയർന്നവർ സന്തോഷിക്കാൻ വേണ്ടി താഴെ ഹംബിൾ പൊസിഷൻ എടുക്കുക, വിനയമായി നിൽക്കുക. മറ്റുള്ളവര് ചിരിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി വളരെ എളിമയായ ഒരു സ്വരൂപം, வினயமான ஒரு உருவம். ஆனா இந்த பௌதீக உலகத்தில் அப்படி கிடையாது. உயர உயர அகந்தை, அப்படியே அகங்காரம் கூடிக்கொண்டே இருக்கும். ஹனுமான் உயருந்தோறும் சாஸ்திரம் என்ன எடுத்துக்காட்டு சொல்லுதுன்னா, நெல் கதிர். ഈ നെല്ല് കൃഷിക്ക് പാകമാകുമ്പോ, അറുവടയ്ക്ക് നേരമാകുമ്പോൾ ഇതെന്നാകും? ഭൂമിയോളം താന്നിരിക്കും, തല കുനിഞ്ചിരിക്കും. உண்மையான ஆன்மீகவாதிகளுக்கு எது கிடையாது? அகங்காரமே கிடையாது. அப்படி எளிமை இருந்தது யாருக்கு? ஹனுமான் மகா பண்டிதன. കിഷ്കിന്ധയിൽ സുഗ്രീവൻ ഒളിച്ചിരിക്കുന്ന കാലഘട്ടം. കിഷ്കിന്ധാല സുഗ്രീവൻ ഒളിந்திருக்கும் பொழுது
ஒரு நாளைக்கு யார் வந்தாலும் சுக்ரீவனுக்கு பயம். ബാലിയോട് ആളുകളാ, ബാലിയുടെ ആട്കളാ, ബാലി പറഞ്ഞയച്ച ആൾക്കാരാണോ എന്നും എപ്പോഴും ഭയം. ഒരു ദിവസം നോക്കിയപ്പോ 2 തേജസ്വിമാരായ പുരുഷന്മാര് വരുന്നു കിഷ്കിന്തൽ. அப்படியே ஜொலிக்கிறாங்க 2 பேரும், സൂര്യ ചന്ദ്രനെ പോലെ 2 പേര്. മുനിമാരുടെ വേഷം, പക്ഷെ ശരീരം കണ്ട ക്ഷത്രിയന്മാരുടെ ശരീരം. பாக்கறதுக்கு யார மாதிரி இருக்காங்க? முனிவர்கள், முனிபுத்திரர் மாதிரி இருக்காங்க. ஆனா உடலெல்லாம் அப்படியே அம்பு வில்லெல்லாம் வச்சுட்டு வர்றாங்க. சுக்ரீவன் சொன்னா, கண்டிப்பா இது வாலியோட ஆட்கள் தான், நம்மளை கொல்ல வர்றாங்க. பேடியா சுக்ரீவன்? ആരെ? വാലിയെ പേടി, ഭയം. അപ്പോ ഹനുമാൻ പറഞ്ഞു, അല്ല അല്ല, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം, ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് വരേன்னு சொல்லி ஒரு அழகான ஒரு விருத்த பிராமணனுடைய உருவத்துல, வயசான பிராமணனுடைய உருவத்துல இப்படி தள்ளாடிக்கிட்டே வர்றார். வந்து ഇവരെ കണ്ടിട്ട്, നിങ്ങളെ കണ്ടാൽ തേജസ്വികളായിരിക്കുന്നല്ലോ, ആരാണ് നിങ്ങൾ, நீங்க யாரு அப்படின்னு ஹனுமான் கேட்டார். உடனே லக்ஷ்மணனுக்கு எப்பவுமே கொஞ்சம் கோபம், ദേഷ്യം കൂടുതലാ, പ്രഷർ കുക്കർ പോലെ തൊട്ടാ പൊട്ടും. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ദേഷ്യം കൂടുതലുണ്ടോ? പ്രേമലോചൻ പ്രഭു ദേഷ്യമേ ഇല്ല. உனக்கு இருக்கா கோபம்? விக்ரம் பிரபு பெரிய பிரஷர் குக்கர், 25 லிட்டர் குக்கர், 80 ലിറ്റർ കുക്കർ, ഭയങ്കര. ലക്ഷ്മണനുക്ക് എപ്പോഴും പെട്ടെന്ന് ഒരു ഷോർട്ട് ടെമ്പർ, ക്ഷിപ്രകോപം, പെട്ടെന്ന് ദേഷ്യം, തിരിയും കോപം വരും. ലക്ഷ്മണൻ ചോദിച്ചു ആ ബ്രാഹ്മണന്റെ അടുത്ത്, നീ ആരാ? അപ്പോ ആ ബ്രാഹ്മണൻ ചിരിച്ചോണ്ടേ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാ, இந்த இடத்துக்கு ஆளு, நீங்க தான் அதிதி, நீங்க தான் கெஸ்ட், நீங்க யாருன்னு முதல்ல சொல்லுங்க. അപ്പൊ ലക്ഷ്മണൻ കുറച്ചും കൂടെ ദേഷ്യ കോപം വന്ന്. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി ചിരിച്ചോണ്ട് പറഞ്ഞു, ലക്ഷ്മണ ശാന്തനാവും, அமைதியாயிரு. ஹே பிராமணா, உருவம் உன்னோடது பிராமணன் மாதிரி இருக்கு, ஆனா கண்ணெல்லாம் பார்த்தா நீ பிராமணன் கிடையாது. ഭഗവാൻ പറയാ ഹനുമാനെ നോക്കിയിട്ട്, രൂപം ആരെ പോലെ ഉണ്ട്? നമ്മളെയൊക്കെ പോലെ ചന്ദനം കുറിയൊക്കെ ഇട്ടിട്ട് ഭക്തരെ പോലെ വേഷം, ഉള്ളിൽ ചിലപ്പോ ഭക്തി ഉണ്ടാവില്ല. உடனே பகவான் சொல்றார் ஹனுமானை பார்த்து, பார்த்தா பிராமண உருவத்தில் இருக்கிற, ஆனா உன்னுடைய பார்வையை பார்த்தா அப்படி தெரியல, இருந்தாலும் பெரிய ஞானி மாதிரி பேசுறிய, நீ யார்? അപ്പോ വീണ്ടും ഹനുമാൻ ചോദിച്ചു, നിങ്ങളാരാ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, നാങ്ക 2 പേരും രഘുവംശ തിലക, എന്താ പറയാ, മുഴുവൻ രഘുവംശത്തിന്റെ മഹിമയും அப்படியே சொல்லி விளக்கி, தசரத சக்கரவர்த்தியுடைய 2 രാജകുമാരர்கள், പുത്രർ രാമ ലക്ഷ്മണ, ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഹനുമാന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി, കണ്ണുകൾ നിറഞ്ഞു, മെയ് സിലിർത്ത് രോമാഞ്ചമായി, ഉടൽ നടുങ്ങിക്കൊണ്ടേ പോയി அப்படியே രാമർ കാലിൽ സാഷ്ടാംഗം വിഴുந்து, എത്രയോ കാലം ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ഈശ്വരനെ കൺമുമ്പേ കണ്ടു. മുന്നാടി പാർത്ത ഉടനെ എவ்வளவு കാലം കാത്തിരുന്ന ഉടൽ നടുങ്ങിക്കൊണ്ട് ഹനുമാൻ പറഞ്ഞു, ഞാൻ സുഗ്രീവനുடைய മന്ത്രി, வாங்க, நாங்க பெரும் பாக்கியசாலிகள், நீங்க இந்த இடத்துக்கு வந்தது എന്ന് അവരെ 2 പേരെയും തോളിൽ കയറ്റി കൊണ്ടുപോയി. അത്രയ്ക്കും വിനയമാണ് ആർക്ക്? ഹനുമാൻ. എന്ത് ഹനുമാന്റെ ഇനിയൊരു പ്രത്യേകം, നമ്മൾ 2-3 ഗുണം കണ്ടു. ഹനുമാന്റെ വിനയമാണ്. ഹനുമാൻ ഇൻസൾട്ട് ഒന്നും, ഒരു വിധமான என்ன சொல்றது, இன்சல்ட் ஒண்ணுமே கிடையாது. நம்மெல்லாம் அப்படி கிடையாது. கொஞ்சம் சூழ்நிலை மாறிடுச்சு, 2 கொம்பு, செகந்த நாக்கு, சொவப்பா நாக்குக்கு எல்லாம் வெளியே வந்துடும். കുറച്ച് സാഹചര്യം മാറിയാൽ നമ്മളുടെ ശരിക്കുള്ള രൂപം വരും. വീട്ടിലെല്ലാം ദേഷ്യം വന്നാൽ സാധനം എടുത്തെറിയ, അടിച്ചു പൊട്ടിക്കും, വേറെ ഒരു രൂപം പുറത്തു വരും. പക്ഷെ ഹനുമാൻ ഡിസ്റ്റർബായി ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഹനുമാനെ ரொம்ப പിടിക്കും. അവർക്ക് കോപമേ വരാതെ, ജിതക്രോധ, ദേഷ്യത്തിനെ ജയിച്ച ആൾ.
அவ்வளவு சாந்ததை. ஆருக்கு? அதே மாதிரி சீதாதேவியை தேடி கண்டுபிடிக்க அந்த படலம், அந்த ஒரு சேவை ഹനുമാനുക്ക് കൊടുത്താങ്ക. തെക്ക് ദിശയില് യാത്ര ചെയ്ത സംഘത്തിനായിരുന്നു ആ ജോലി. അങ്ങനെ ഇന്നലെ വിക്രം പ്രഭു പറഞ്ഞു, അവിടെ ഇരുന്ന് ചാടി ഹനുമാൻ വന്ന് നിന്ന പ്രദേശത്താ നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങதான் ഫസ്റ്റാ വന്ന് ഹനുമാൻ ലാൻഡ് പണ്ണാർ. യാരെ തേടിയിട്ട്? സീതാദേവി. ഇന്നലെ വിക്രം പ്രഭു വിശദീകരിച്ചു, ഹനുമാൻ ഇങ്ങനെ തേടി 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 പോകുന്നു. ഇവിടെ എന്താ കണ്ടത്? മദ്യത്തിന്റെ നദി. കള്ള് വന്ന് എന്നത് റിവറാ ഓടുതാ. മലയാളികൾക്ക് മനസ്സിലായില്ല, എല്ലാം ഇവിടെ വന്ന് താമസിച്ചേ. മദ്യം നദിയായി ഒഴുകുന്നു. അങ്ങനെ ഇതെല്ലാം பார்த்தார் ഹനുമാൻ. கடைசியில அசோகவனத்துக்கு போறார். அங்க வந்து விக்ரம் பிரபு நேத்திக்கு விளக்குனாரு. கடைசியில ஒரு மோதிரத்தை கொடுப்பார். ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ നിന്ന് ഒരു മെസ്സഞ്ചറായി എന്ത് കൊടുത്തയച്ചു? ഒരു മോതിരവും കൊടുത്ത് ഒരു രഹസ്യം കൂടെ പറഞ്ഞു. ഇത് രണ്ടും നീ കൊടുത്താൽ നിന്നെ സീതാദേവി വിശ്വസിക്കും, സീതാദേവി ഉന്നെ നമ്പിരുവാങ്ക. കാരണം ഡെയിലി രാവണൻ ഓരോ രൂപത്തിലാ വരുന്നത്. ചില ദിവസം രാവണൻ രാമന്റെ രൂപത്തിലൊക്കെ വരും. ராமனுடைய உருவத்தில அசோகவனத்துல வந்து சீதாதேவியை வந்து துன்புறுத்தி கொண்டே இருப்பார்கள். அதனால சீதாதேவிக்கு பயம். அரக்கர்கள் தான் வேஷம் மாறி வர்றாங்களா, பயங்கர பேடி. ஹனுமானை கண்டப்பழும் சீதாதேவி பேடிச்சு, இதேதோ அரக்கன் தான் வந்திருக்கிறான். அப்போ ஹனுமான் பாட்டெல்லாம் பாடி, ராமாயணம் நேத்திக்கு சொன்ன மாதிரி பாடி, ഈ മോതിരവും കൊടുത്തിട്ട് ഒരു രഹസ്യം കൂടെ പറഞ്ഞു. ഈ മോതിരത്തിന്റെ ഒരു രഹസ്യം, இந்த மோதிரத்துடைய ஒரு ரகசியம் கூட. இத சொன்னா இது எனக்கும் சீதாதேவிக்கு மட்டும் தெரியக்கூடிய ரகசியம், வேற யாருக்குமே தெரியாது. நீ சொன்னா உன்னை சீதாதேவி நம்பிடுவாங்க. அது எந்த ரகசியம்? ചിത്രകൂടത്തിൽ രാമനും സീതയും ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ചിത്രകൂടിൽ എவ்வளவு പേർ ചിത്രകൂട് പോയിരിക്കீங்க? வெரி நைஸ். ചിത്രകൂടത്തില് രാമനും സീത ரெண்டு பேரும் தனிமையில இருக்காங்க, தனியா ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോ സീതാദേവി രാമചന്ദ്രമൂർത്തിയുടെ പാദം അമർത്തി കൊടുക്കുക. ജാനകി ആരുടെ പാദം? രാമറുடைய പാദത്തെ അമർത്തി കൊടുക്കുകയാണ്. അയോധ്യവാസി രാം ദശരഥ നന്ദന രാം, 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 പതിത പാവന ജാനകി ജീവന, പതിത പാവന ജാനകി ജീവന, പതിത പാവന ജാനകി ജീവന, പതിത പാവന ജാനകി ജീവന, സീതമോഹന രാം, സീതമോഹന സീതാമോഹന രാം, സീതാരാമ ലക്ഷ്മണ ഹനുമാൻ കീ. സൗണ്ട് പോരാ. സീതാരാമ ലക്ഷ്മണ ഹനുമാൻ കീ. അപ്പോ ഇവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം, ராமருக்கும் சீதைக்கு மட்டும் தெரிஞ்ச ஒரு ரகசியம் என்னது? மெதுவா ஜானகி ராமருடைய காலை இப்படியே பாத சேவை செய்து கொண்டிருக்கிறார். ஸ்ரீராமச்சந்திரமூர்த்தியும் சித்திரகூடத்தில் அங்கே விஸ்ரமிക്കുന്നു. திடீர்னு என்ன பண்ணாங்க? சீதாதேவி கையில் இருந்த மோதிரத்தை தூக்கி வீசிட்டாங்க. സീതാദേവി എന്ത് ചെയ്തു? എന്ത് ഓർത്തെന്ന് അറിയില്ല, കയ്യിലിരുന്ന മോതിരം വലിച്ചങ്ങ് എറിഞ്ഞു. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി ചിരിച്ചോണ്ട് ചോദിച്ചു, ജാനകി അതെന്തിനാ എറിഞ്ഞത്, അതേം വീസിന? உடனே சீதாதேவி சொன்னாங்க, உங்க பாதம் எவ்வளவு மிருதுலமா எவ்வளவு சாஃப்டா இருக்கு,
ഇതിലുള്ള കല്ലുകൾ തട്ടിയാൽ അങ്ങയുടെ പാദം വേദനിക്കുമല്ലോ, കാല് വലിക്കുമേன்னு சொல்லி வீசிட்டேன். உடனே ராமர் சிரிச்சுக்கிட்டே சொல்றார், ஜானகி பொய் சொல்லாத, கள்ளம் പറയല്ലേ, നീ എന്തിനാ എറിഞ്ഞതെന്ന് എനിക്കറിയാം. அப்ப சீதாதேவியோட முகமெல்லாம் சிவந்து போய் வெட்கப்பட்டு சொன்னாங்க, அன்னைக்கு நீங்க மிதிச்ச போது, ஒரு கல்ல மிதிச்ச போது ഒരു പെണ്ണ് എണീറ്റ് വന്നു, ഇതിൽ മൊത്തം കല്ലുകളാ, ഇതിന് കുറെ പെണ്ണ് എണീറ്റ് അങ്ങനെ വിചാരിച്ച് ഈ രഹസ്യം ആർക്ക് മാത്രം അറിയാവോ? സീതയ്ക്കും രാമനും മാത്രം. ഇത് നീ പോയി சொன்னான்னா, இப்படி சில ரகசியங்கள் சொன்னார் ராமர். അവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളെല്ലാം പങ്കുവെച്ചു. അതും കൂടെ കേട്ടപ്പോൾ സീതാദേവിക്ക് വിശ്വാസമായി. ഉടനെ ഹനുമാൻ പറഞ്ഞു, ദേവി വിഷമിക്കണ്ട, സമുദ്രത്തിന്റെ അപ്പുറത്ത് വരെ നമ്മൾ ഭഗവാൻ എത്തിക്കഴിയും, എല്ലാം എത്രയും പെട്ടെന്ന്, മാസങ്ങൾക്കകം. ആദ്യം ഹനുമാൻ പറഞ്ഞു, എന്റെ തോളിൽ കേറിക്കോളൂ, ഞാൻ തിരിച്ചു കൊണ്ടുപോയി ആക്കാം, என்னோட தோல்ல ஏறுங்க அப்படின்னு சொன்னார். ஆனா ஜானகி சீதாதேவி இல்ல, முடியாது, வரமாட்டேன், ராமரே வரட்டும். அப்ப അങ്ങനെ സീതാദേവിക്ക് ഒരുപാട് സന്തോഷം. കാരണം അശോകവനത്തില് സീതാദേവി മുഖമെല്ലാം വിളറി, முகமெல்லாம் வெளுத்து போய் பிராணனை மட்டும் கையில பிடிச்சு கொண்டு ராமா ராமான்னு ஜபம் செஞ்சு, ஒரு நிலா வந்து தரையில விழுந்த மாதிரி, சந்திரன் வந்து நிலம் பதிச்சது போல അങ്ങനെ കിടക്കുക. അത് കണ്ടിട്ട് ഹനുമാന് സഹിച്ചില്ല. அசோகவனத்தை துவம்சம் பண்ணிட்டார். ஆறு? ஹனுமான். அசோகவனம் எல்லாம் கத்திச்சு. அந்த ஊருக்கு நுவேரெலியா அப்படின்னு பேர். இப்ப நம்ம போவோம் அடுத்த ஒரு 40 minutes. அசோகவனம் நுவேரெலியா. நுவேரெலியா എന്ന് പറഞ്ഞാൽ അർത്ഥം the burnt city, എരിഞ്ഞു പോന ഊര്, കരിഞ്ഞു പോയ സ്ഥലം എന്നാണ് പേര്. அந்த ஊருக்கு പേര്. എല്ലാ ഹനുമാൻ എരിച്ച സ്ഥലം. അങ്ങനെ അതിസുന്ദരമായ ഹനുമാന്റെ സേവനമെല്ലാം നടന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളും ഇവിടെ ഹനുമാന്റെ തൃപ്പാദങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്കും പ്രഭുവിനെ ഇതുപോലെയൊക്കെ സേവനം ചെയ്യാൻ സാധിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇവർ ഒരു പ്രാവശ്യമേ വന്നുള്ളൂ. രാമനും ലക്ഷ്മണനും ലങ്കയിലേക്ക് ഒരേ ഒരു തടവ വന്നാർ. ഹനുമാൻ 3-4 times വന്നാർ. ഹനുമാൻ ആദ്യം വന്ന് അന്വേഷിച്ചു പോയി, தேடிட்டு போனார். ரெண்டாவது யுத்தத்துக்காக வந்தார். அதுக்கப்புறம் 2 முறை ஹிமாலயத்துக்கு மூலிகை எடுக்க, ஹெர்ப்ஸ் ഒക്കെ എടുക്കാൻ, മൃത സഞ്ജീവനി, അങ്ങനെ 2. അപ്പൊ ഹനുമാൻ ടോട്ടൽ എത്ര പ്രാവശ്യം വന്നു? കുറെ പ്രാവശ്യം വന്നു. അതുകൊണ്ട് പുരാണങ്ങളിൽ പറയുന്നു, ഭഗവാന്റെ അനുഗ്രഹത്തിനേക്കാളും ഭക്തന്റെ അനുഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭഗവാനുடைய അനുഗ്രഹത്തെ விட யாருடைய அனுகிரகம் முக்கியம்? பக்தர்களுடைய. காரணம் பகவானே சொல்றாரு, நான் வைகுண்டத்துல கிடையாது, நாஹம்பசாமி வைகுண்டே நான் யோகினாம் ஹிருதயே, யோகியோட ஹிருதயத்திலேயும் கிடையாது. மத்பக்தா எத்திர காயந்தி தத்ர திஷ்டாமி நாரதா, என் பக்தர்கள் என் நாமத்தை எங்க ஜபம் செய்து கொண்டிருக்கிறார்களோ அங்க நான் இருக்கிறேன் அப்படின்னு சொல்றார். அப்போ ஹனுமான் கிட்ட ப்ரே பண்ணுவோம். சாயங்காலம் அசோகவனத்துல டீட்டெயிலா சத்சங்கம். இங்க 12 o'clock ஆரத்தி இருக்கு. டைம் எത്രയായി? 12. ஓகே. அப்ப நம்ம ஆரத்தி அட்டென்ட் பண்ணிட்டு